വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്ന രാജ്യങ്ങളുണ്ട്, സ്ഥാപനങ്ങളും കണ്ടുപിടുത്തങ്ങളുമുണ്ട്. അവരൊക്കെ ഒരു കാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചവരായിരുന്നു. എന്നാൽ ഒരു എഴുത്തുകാരന്റെ സാങ്കല്പിക സൃഷ്ടിയായ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ഒരു രോഗമുണ്ട്. അതും ഒരു മാനസിക രോഗം. അതാണ് ഒഥല്ലോ സിൻഡ്രോം. OS എന്ന ചുരുക്കപ്പേരിലും ഡെലൂഷണൽ ജലസി എന്ന മനഃശാസ്ത്ര നാമത്തിലും അറിയപ്പെടുന്ന ഈ മാനസികാവസ്ഥയെ നീർക്കോലിയോട് ഉപമിക്കാം. അതായത് ആള് നിരുപദ്രവിയാണ്, എന്നാൽ അത്താഴം മുടക്കാനും മൂപ്പര് തന്നെ മതി. ഈ മനോരോഗത്തിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും പ്രതിവിധികളും അറിയാൻ ഒരു എളുപ്പവഴിയുണ്ട്. സ്വർണവില അറിയാൻ ജ്വല്ലറിയിൽ പോകണമെന്നില്ലല്ലോ, അന്നത്തെ പത്രം നോക്കിയാൽ പോരെ. അതുപോലെ ഒഥല്ലോ സിൻഡ്രോം എന്താണെന്ന് അറിയാൻ ഒഥല്ലോയെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ മതിയല്ലോ. വിശ്വസാഹിത്യകാരനായ ഷേക്സ്പിയറുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നാടകമാണ് ഒഥല്ലോ. കറുത്തവനും വെനീസിലെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനുമായിരുന്ന ഒഥല്ലോയും അവിടുത്തെ സെനറ്ററുടെ മകളും അതീവ സുന്ദരിയുമായിരുന്ന ഡെസ്ഡിമോണയും തമ്മിൽ പ്രണയത്തിലാണ്. എല്ലാ എതിർപ്പുകളും തട്ടിമാറ്റി ഒടുവിൽ അവർ വിവാഹിതരാവുന്നു. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന സുന്ദരനും പ്രഭുകുമാരനുമായ റോഡറിഗോ ഇതിൽ അങ്ങേയറ്റം ദുഃഖിതനും നിരാശനുമായി. ഒഥല്ലോയുടെ വിശ്വസ്ത സേവകനായിരുന്നു ഇയാഗോ. എന്നാൽ എന്തോ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ഇയാഗോ റോഡറിഗോയുടെ പ്രേരണക്ക് വഴങ്ങി ഒഥല്ലോയുടെ മനസ്സിൽ ഭാര്യയെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കുന്നു. കറുത്തവനും വിരൂപനുമായിരുന്നതിനാൽ സ്വതവേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് അടിമയായിരുന്ന ഒഥല്ലോ ഭാര്യയെയും മുൻ കാമുകനെയും കുറിച്ച് സേവകൻ പറഞ്ഞതെല്ലാം അപ്പടി വിശ്വസിച്ചു. ഒടുവിൽ സംശയരോഗം കൊണ്ട് കണ്ണു കാണാതായ അയാൾ ഭാര്യയെ കഴുത്തു ഞെരിച്ചു കൊല്ലുന്നു. പിന്നീട് അവളുടെ നിരപരാധിത്വം മനസ്സിലാക്കി അയാളും ആത്മഹത്യ ചെയ്യുന്നു. ഈ കഥയുടെ മലയാളം വേർഷനാണ് ജയരാജിന്റെ കളിയാട്ടം എന്ന സിനിമ. സുരേഷ് ഗോപിക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത പടം. തെയ്യത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൻ പെരുമലയനായുള്ള സുരേഷ് ഗോപിയുടെ ഈ ഒഥല്ലോ പകർന്നാട്ടം ഗംഭീരമാണ്. ഈ സംശയരോഗമാണ് ഒഥല്ലോ സിൻഡ്രോം. ഒരു വ്യക്തി തന്റെ ഇണ ചതിക്കുന്നു എന്ന ചിന്തയിൽ സദാസമയവും മുഴുകിയിരിക്കുന്ന മാനസികാവസ്ഥ. ഈ ചിന്തയിൽ നിന്നുടലെടുക്കുന്ന അസാധാരണങ്ങളായ പ്രവൃത്തികളാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. വടക്കുനോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശനെ അത്ര എളുപ്പം മറക്കാനാവുമോ മലയാളിക്ക്? ഇരുട്ടിൽ ഭാര്യയുടെ കാമുകനാണെന്ന് കരുതി മുറ്റത്തെ വാഴയെ ഞെരിച്ചു കൊല്ലാൻ നോക്കുന്ന ശ്രീനിവാസൻ ജീവൻ നൽകിയ തളത്തിൽ ദിനേശൻ. പണ്ടുകാലത്തുമുണ്ടായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഈ പൊറുതികേട്. എന്നാൽ അന്നൊക്കെ ഇത് ഇത്ര സാർവത്രികമായിരുന്നില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഒരേ മേൽക്കൂരക്ക് കീഴിൽ കഴിഞ്ഞിട്ടും അധിക സമയം ഒരുമിച്ചുണ്ടായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ ഇന്ന് ഒരുപാട് അകലെയാണ്. അടുത്തടുത്ത് എത്ര സമയം വേണമെങ്കിലും തങ്ങളുടെ മൊബൈലുകളിൽ തലപൂഴ്ത്തിയിരിക്കാൻ ഒരു മടിയും ഇല്ലാത്തവരാണ് ഇന്നത്തെ ദമ്പതികൾ. ഇക്കാലത്തെ സംശയരോഗത്തിന്റെ ഉറവിടം തന്നെ മൊബൈൽ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളാണ് എന്നത് ഒരു സത്യം മാത്രമാണ്. അതോടൊപ്പം തന്നെ ഭാര്യമാർ പുറത്ത് ജോലിക്ക് പോകുന്നത് വർദ്ധിച്ചതും ഇതിനൊരു കാരണം തന്നെയാണ്. അങ്ങനെ ആദ്യകാലത്ത് ഭാര്യമാർക്കിടയിൽ മാത്രം ഉണ്ടായിരുന്ന ഈ അസുഖം ഭർത്താക്കന്മാർക്കിടയിലേക്കും പകർന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ കുത്തകയായിരുന്ന ഈ കലാപരിപാടി ഇപ്പോൾ കാമുകി കാമുകന്മാരും ഏറ്റെടുത്തിരിക്കുന്നു. ആദ്യം തലക്ക് പിടിച്ച പ്രണയം, പിന്നെ ഉള്ളു പുകയുന്ന സംശയം, അവസാനം ഒന്നുകിൽ കത്തി അല്ലെങ്കിൽ ആസിഡ്. ദമ്പതികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യക്കും ഒരു വലിയ കാരണം ഈ സംശയരോഗമാണ്. നിസ്സാര തീപ്പൊരി ഊതി വീർപ്പിച്ച് ഒടുവിൽ എല്ലാം കത്തിച്ചാമ്പലാക്കുന്നു.
ഇവിടെ പ്രതി പൊസസീവ്നെസ് മാത്രമല്ല, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൂടിയാണ്. വൈകാരിക പക്വത എത്താത്ത ബന്ധങ്ങൾ, അത് ഭാര്യ ഭർത്താക്കന്മാരായാലും കാമുകി കാമുകന്മാരായാലും മൂത്ത് പഴുക്കാത്ത പഴങ്ങൾ പോലെയാണ്. അവ അകാലത്തിൽ കൊഴിഞ്ഞു വീണല്ലേ പറ്റൂ. സംശയം ഒരു രോഗമല്ല, എന്നാൽ അത് പരിധി വിട്ടാൽ ഒരു രോഗം മാത്രമല്ല, കുറ്റകൃത്യം കൂടിയാണ്.